ഈ ബുക്ക് പോലും അവിടെ വെക്കാൻ പറ്റാണ്ട് ഈ ബുക്കിന് എൻ്റെ കയ്യിൽ തന്നിട്ട് പൈസനെയും ബുക്കിനും എല്ലാ ആഴ്ചയും നമ്മളെ തന്നെ അവർ തന്നയക്കും. പൈസനെയും ബുക്കിനെയും ഒക്കെ. ഇതുപോലും അവർക്ക് അവിടെ വെക്കാൻ പറ്റൂല. വണ്ടി നിൽക്കണ്ടല്ലോ. ഈ മനുഷ്യൻ ഉള്ളിലുണ്ടാ പഠിച്ചാന്? ഓ മനുഷ്യൻ കാണാനില്ലല്ലോ. പൈസ കൊണ്ട് വെക്കട്ടെ. ആൾ പറഞ്ഞിരിക്കും. സംഘത്തെ പൈസയാ 40,000-40,000 റുപ്യ ഉണ്ട്. കണക്ക് അടുത്ത ആഴ്ച കൊടുക്കാം നമുക്ക്. കറക്റ്റ് എണ്ണീട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട. അതെ, കുറുവ സംഘവും കുറേ കള്ളന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറി വെച്ചോടും എടുത്തിട്ടേ വീട്ടിൽ വെക്കാം. അത് വെച്ചാൽ ശരിയാവില്ല. ഓ പേടിയാകും. ചിലപ്പോൾ പൈസ ഒക്കെ അതിൽ തന്നെ വെച്ചാലേ ശരിയാവില്ല. ഇതിലാകുമ്പോൾ ആരും അങ്ങനെ പെട്ടെന്ന് നോക്കും. കള്ളന്മാർ നിറഞ്ഞ് കിടക്കുക. കുറുവ സംഘക്കാർ സ്വർണ്ണത്തെ കഴിക്കട്ടെ. ഇതിലാകുമ്പോൾ ആരും വന്നിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇതാകുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കും. ഇവരെവിടെ എവിടെയാണ് നിങ്ങള്? ചോറ് വിളമ്പട്ടെ. കാണാണ്ടല്ലോ. ആ ഇവിടെ എത്തിയാ? ഞാൻ നിക്കടാ, ഞാൻ ഇപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ വരാണ്ട് നിങ്ങൾ കളി തുടങ്ങണ്ടാ. ആ ബഡ്ജറ്റ് ഒന്ന് റെഡി ആയിട്ടടാ. അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ വരുന്നുണ്ട് റെഡി ആകട്ടെ. ഓക്കെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കാണണം. നോക്കട്ടെ ഞാൻ. ഇവിടെ എവിടെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്? നമുക്ക് പൈസ കാണണല്ലോ. 1,500 റുപ്യ കാണണം. ഇവിടെ എവിടെയാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്? ഇത് കാണാനില്ലല്ലോ ഇവിടെ ഒന്നും. ഇന്നലെ കളിച്ച് കളഞ്ഞാൽ പൈസ ആവുമോ? അതൊക്കെ ഓർമ്മയില്ലാണ്ട് തിരഞ്ഞാവൂലേ? പക്ഷെ അവളുടെ കയ്യിൽ കാശുണ്ട്. അൽമാറി പോയി നോക്കട്ടെ ഞാൻ. അവളുടെ കയ്യിലുണ്ട് കാശ്. ഇവിടെ അൽമാറിയിൽ എവിടെയെങ്കിലും വെക്കാണ്ടിരിക്കില്ല. അവിടെ കാശുണ്ടാവും. ഇവിടെ പിസ്കത്തിയാണ്. കൈവിട്ട് കൊടുക്കൂല. ഇത് കൂട്ടി കിടക്കണ്ടല്ലോ. അവിടെ വെക്കാനുള്ളൊരു ബുദ്ധിയൊന്നും അതിനില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ താക്കോലൊന്നും കാണാനില്ലല്ലോ. ഇവിടെ എവിടെ കൂടെ താക്കോൽ വെച്ചിരിക്കണാവോ? അതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നല്ലേ. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവണാവോ? ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അവളങ്ങനെ വരണ്ട. ഇടയ്ക്ക് അത് നോക്കണേ, ഇങ്ങനെ ശരിയാവില്ല. ഇവിടെയൊന്നും കാണാനില്ലല്ലോ. ഇതിൽ കാണാനില്ല. എന്തിനു പിന്നെ വെച്ച്? ഇത് പതിവില്ലാതെ ബാഗൊക്കെ ഇവിടെ. ഇതിന് വല്ലതുണ്ടാവോ? അഞ്ച് വീശൊക്കെ കൊടുക്കൂല്ല കൈ വിട്ട്. എന്നിട്ട് പൈസ കുറവുണ്ടല്ലേ? എടുക്കണ്ട. അത് വള എടുക്കാം. ഇതൊക്കെ പൂട്ടിയിട്ട് ബാഗിലാണ് കൊണ്ട് കാശ്. എന്തിട്ട് മണ്ടിയാണിത്? അത് വരുന്നതിൻ്റെ ഉള്ളിൽ വേഗം പോവാം. എത്ര ഇത് കുറേ വളയുണ്ടല്ലോ. അത് വരണ്ട. 2 വള മതി. ബാക്കി അതിൽ കൊണ്ട് വെക്കാം നമുക്ക്. കുറേ എടുത്തു കഴിഞ്ഞാലേ ചിലപ്പോൾ കണ്ടുപിടിക്കും. എന്നാ നിങ്ങൾ എവിടെ? ഞാൻ ചോറ് വിളമ്പണ വേഗം ഇങ്ങോട്ട് വായോ. കുറെ നേരമായില്ലോ. വണ്ടി താഴത്ത് നിൽക്കണ്ടല്ലോ. നിങ്ങൾ എവിടേക്ക് പോയിക്കണ്? എനിക്ക് വിശന്നിട്ട് വയ്യാതെ. ഞാൻ ചോറ് എടുത്തിട്ട് ചോറുണ്ണാൻ പോവാ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് കഴിച്ചെന്ന് പറയാൻ നിൽക്കണ്ട. ഇവർക്ക് എന്ത് ചെവി കേൾക്കാണ്ടായ? ഇത്ര നേരമായി വിളിക്കണ്. നിങ്ങൾ എവിടുന്ന അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നേ? എന്തോരം വിളിക്കണേ. ഒന്ന് വിളി കേട്ടൂടെ? ഒന്നാ വിളിക്കുമ്പോ ഒന്ന് വിളി കേട്ടൂടെ? മേലെ ഇക്കണ്ട വിളി വിളിച്ചു. മുണ്ട് മാറാനാ? മുണ്ട് മാറിട്ട് നിങ്ങൾ എവിടുക്ക പോണു? ചോറ് വിളമ്പേക്കട്ടെ. ചോറ് കൊണ്ടുവെക്കാനാണ് നിങ്ങളൊക്കെ വിളിച്ചു. മനുഷ്യനെ വിളിക്കണതിന് പരിധി ഉണ്ട്. വിളിക്കുമ്പോ ഒന്നും വിളി കേൾക്കൂല.
നിങ്ങൾക്ക് വിശപ്പില്ലെങ്കിൽ ഞാൻ ചോറിന് കണ്ട് മിണ്ടാണ്ടിരിക്കും ദേഷ്യം വരിക ചെയ്യണം. കഞ്ഞോളം പേപ്പറിക്കണം പശുവിൻ്റെ ആയിരിക്കും കൊട്ട. അവൾ എന്തായാലും ഇങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ അല്ലേ? അവൾ വരുമ്പോൾ കാണട്ടെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കാട്ടിക്കൂട്ടുന്നില്ലല്ലോ. ഇതിലിങ്ങനെ 10ൻ്റെ പൈസ പോലും കാണാനില്ലല്ലോ. അല്ലെങ്കിൽ ഇതിലിങ്ങനെ ചില്ലറ വെക്കാറുണ്ടല്ലോ, അതിലതും ഇല്ല. നിങ്ങളെന്നിട്ട് കൊടുക്കണം തപ്പിണേ? അതിനൊന്നുമില്ല. നിങ്ങളൊന്നിട്ട് തരണ കാശാ? നിന്നെ കൊറേ നേരം ഞാൻ വിളിക്കുന്നു, നീ എവിടെയായിരുന്നു? ഞാൻ ആ കഞ്ഞിവെള്ളം ആ പശുവിന്റെ ബക്കറ്റിൽ കൊണ്ടുപോയിക്കാൻ പോയത്. ഞാനേ കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടി നിന്നെ വിളിച്ചത്. എന്റെ കൂട്ടുകാരനെ കുറച്ച് അർജന്റ് ആവശ്യത്തിന് കാശ് കൊടുക്കാനുണ്ട്. കുറച്ച് നാൾ കടം വാങ്ങിയതാ, ചോദിച്ചിട്ട് തൊഴിലില്ല. അപ്പൊ കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത്. എന്റെ കയ്യിൽ പൈസ, എന്റെ കയ്യിൽ പൈസ ഉണ്ട്. എങ്ങനെയെങ്കിലും നോക്ക്, കാശ് കിട്ടിയ നയിച്ചോണ്ട് വരുന്നല്ല എന്റെ കയ്യിൽ. ഞാൻ നയിക്കാൻ പോകണ്ട. അല്ലെ കൂട്ടുകാരുടെ അടുത്ത് ആരും ഞാൻ പോകുമ്പോ വാങ്ങിട്ട് പോട്ടെ. അതിന്റെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ട് അയ്യോ വേണ്ട. ഇനിയിപ്പോ അവള് വന്നിട്ട് ഇവിടെ വച്ചയുമ്പോ അവള് ഉണ്ടാക്കും. എന്റെ മാപ്പിള പൈസ മേടിച്ചിട്ട് പോയി കാട്ടുക. എന്റെ പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും തരാൻ നോക്ക്, വേറെ രക്ഷയില്ലേ. ഞാൻ ഇവിടുന്ന് തരാനാ. നിങ്ങൾ എന്റെ അടുത്ത് പൈസ ചോദിച്ചാൽ ഞാൻ ഇവിടുന്ന് തരാനാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഈ ഡപ്പികളൊക്കെ തെരഞ്ഞു നോക്കിയിട്ടുണ്ടാവൂലേ? ഇതിലും തെരഞ്ഞു. അതാണ് ഉണ്ടെങ്കിൽ ഇവിടെ വെക്കുക പൈസ. എന്റെ കയ്യിൽ പത്തിന്റെ പൈസ അല്ല, ഒരു സാധനം എന്റെ കയ്യിലില്ല. സ്വർണ്ണം കാട്ട്. എവിടെന്ന് സ്വർണം തരുന്നേ? എല്ലാ സ്വർണ്ണങ്ങളൊക്കെ 1-2 എണ്ണങ്ങൾ കൊണ്ടുപോയില്ല. ഇനി ഏത് സ്വർണ്ണം? എന്റെ കയ്യിലൊന്നും സ്വർണ്ണം വേറെ ഒരു വഴിയും വേണ്ട. ഏത് കൂട്ടുകാരന് പൈസ കൊടുക്കണം നിങ്ങൾക്ക്? വേറെ നമ്മുടെ കൂട്ടുകാരുണ്ട്, എനിക്കറിയില്ല പറഞ്ഞ. അവന് കുറെ കാശ് കടം വാങ്ങിയിട്ടുള്ളതാ. അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണ്. നിങ്ങൾ എന്തിനാ അവരടുത്തൊക്കെ പൈസ കടം പേടിക്കണേ? അതന്നെ ഇപ്പൊ കൊടുക്കണ്ട വരുന്നേ. എന്നിട്ട് കൊണ്ടാന്ന് പറഞ്ഞ ഞാൻ ഇവിടുന്ന് തരാൻ. എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ എന്തായാലും പോയിട്ട് എന്തെങ്കിലും നോക്കട്ടെ, വേറെ കൂട്ടുകാരുടെ ചോദിച്ചിട്ട് മേടിച്ചിട്ട് വരാം. നിങ്ങൾ അവളോടൊന്നും പൈസ ചോദിക്കരുതിട്ടാ. അവള് പിന്നെ നാളെ ഇവിടെ വന്ന് പൈസ പാവുണ്ട്, പറഞ്ഞതൊക്കെ വിശ്വസിച്ചു തോന്നുന്നുണ്ട്. ഹലോ, ആ പൈസയൊക്കെ റെഡി ആവണേ? ആ അതാ വരുന്നു. ആ അതാ നമുക്ക് ടൗണിലേക്ക് ഒന്ന് പോണട്ടാ. ആ വണ്ടി എടുത്ത് താഴത്തേക്ക് പോരാ, താഴത്ത് കൊടുക്കണം കേട്ടാ. ആ ശരി. സുഖാണോ ഷാജി? സുഖാണല്ലോ. ആ ഹലോ ചേച്ചി. ആ പൈസ ഉണ്ടല്ലോ, പൈസ കിട്ടിയതൊക്കെ ഉണ്ട് ഇവിടെ. ആ നാളെ പോകണ്ട. ശരി. ഓ മോനെ പറഞ്ഞാക്കി, ഞാൻ കൊടുത്തേക്കാ. ഓ നല്ല ചൂടാ. എങ്ങനെ നാളെ പോയി അടയ്ക്കാന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. ചേച്ചി നല്ല കാര്യമായി. മോനെ പറഞ്ഞാച്ചോ, ഞാൻ പൈസ കൊടുത്തേക്കാട്ടാ. ആ ശരി. ആരാ വരുന്നേ? ഇന്ന് വരുമോ? ആ ശരി. ഇപ്പോൾ കൊടുത്തേക്കാട്ടാ. ഇപ്പം തന്നെ പറഞ്ഞാച്ചോ. എന്നാൽ ശരി. ശരിട്ടാ. മോനെ പറഞ്ഞാച്ചോ. ആ ശരി. ഇതെന്തെല്ലാം കാര്യം പറയുന്ന? ഇതെന്തൊക്കെ വലിച്ചിട്ട് പോലെ കിടക്കണ പഠിച്ചവനെ. അതെന്തത് ബാഗൊക്കെ വലിമാരൊക്കെ തപ്പിയ പോലെ ഉണ്ടല്ലോ. പൈസ. ഓ പൈസ ഉണ്ട്. ചക്കപ്പ വരും പൈസക്ക്. ഈ വളപ്പൊതിയോടെ എൻ്റെ റൊട്ടി ആകെ 2 വളയിലുള്ളൂ. 2 തടവള വെച്ചത് കാണാനല്ലോ. ആരെയും അലിമാരൊക്കെ തുറന്ന്. ഓ കുട്ടി ഇപ്പൊ പൈസക്ക് വരുമല്ലോ പഠിച്ചവനെ. അലിമാറി ആരോ തുറന്ന് പൈസ. ഇതിന്റെ വള കാണാനില്ലല്ലോ. അലിമാറിയിൽ വെച്ച വള ആരെടുത്തിട്ടുണ്ടാവും പഠിച്ചവനെ. ഓ ആ കുട്ടി വന്നു തോന്നുന്നുണ്ട്. ആ എന്നാലും അലിമാറിയിൽ വെച്ച വള ആരും എടുത്തിട്ടുണ്ടാവില്ല. അങ്ങോരെന്നെ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ പരുക്കം കണ്ടപ്പോഴെന്നെ ഞാൻ മനസ്സിലാക്കിയതാ. കടുകിടപ്പിയും മുളകിടപ്പിയും ഒക്കെ വന്ന് തപ്പിയിട്ട് ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടാണ് അപ്പുറത്ത് വന്നിട്ട് തപ്പിക്കണം. വരട്ടെങ്ങുണ്ട് എവിടേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. വരട്ടെ എനിക്ക് വയ്യ റബ്ബേ, എനിക്ക് വയ്യ. നമ്മൾ ഒരു കൂട്ടി ഇങ്ങനെ ഇത്തിരീശ എടുത്ത് വെക്കണ, കാണാണ്ട് എടുത്ത് വെക്കുകയാണ്. അതെങ്ങനെ എന്നെ കണ്ടുപിടിക്കണം? അപ്പം അങ്ങനൊരു പാവി ഇതിൻ്റെ ഉള്ളിൽ ലാക്കറിൽ വെച്ചിട്ട് പൂട്ടി വെക്കാണ്ട് അതെടുത്ത് ബാഗിൽ വെച്ച്. ഒട്ടുക്കത്തെ കള്ളന്മാരുണ്ടല്ലോ. പക്ഷെ എന്തൊരു കഷ്ടം പഠിച്ചവനെ. സ്വർണത്തിന് എന്തോ വില റബ്ബേ, എനിക്ക് വയ്യ. ഇനി ആ മനുഷ്യൻ കൊണ്ടിട്ട് എന്ത് ചെയ്യാവോ? അല്ല ഇങ്ങോട്ട് വരട്ടത് സാധനം ഞാൻ ഇന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. സങ്കടം വന്നിട്ട് വയ്യ എനിക്ക്. വളയടക്കം ഇടാണ്ട് ഊരി വെച്ചിക്കുക. ഇട്ട് പോലും പൂതി മാറിയിട്ടില്ല എനിക്ക്. ഇങ്ങോട്ട് വരട്ട സാധനം.
എന്തത് 8 മണിയാകുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നാ? എവിടെ? എവിടെ? വാതില് കൂട്ടിയിട്ടില്ലേ? എന്ത് ലൈറ്റ് കൂട്ടിട്ടില്ല? ഇതെന്തത് പ്രേതത്തിനെ പോലെ ഇരിക്കണ്? പ്രേതം തന്നെയാണ് അവിടെ ഇരിക്ക. അവിടെ പ്രേതം എന്തൊരു പണിയാ നിങ്ങൾ ചെയ്തിട്ട് പോയത്? എന്തെന്നാ എനിക്കൊന്നും അറിയില്ല എന്ന് വെച്ചിട്ട് ഞങ്ങള് എന്തറിയില്ല? നിങ്ങളൊന്നും ചെയ്തിട്ട് പോയില്ല. ഞാൻ ചെയ്ത് അലിമാറിയിൽ വെച്ച വള ആരെടുത്തിട്ട് പോയി? അലിമാരിൽ വെച്ച വള എപ്പോ? എപ്പോന്നാ? ഞാൻ എവിടെ നിന്ന് വള എടുക്കണ്? നീ എന്താ പറഞ്ഞത്? അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആള് നിന്നോട് ഞാൻ വള എടുത്തു. ഉപ്പ് തേക്കാത്തത് ഞാൻ വള കൊണ്ടുപോയി. നിങ്ങൾ വള കൊണ്ടുപോയില്ല? എപ്പോ? എന്റെ തടവള ബാഗിൽ ഞാൻ കൊണ്ടുപോയിട്ടില്ല. വളയൊന്നും ഒരാളും കൊണ്ടുപോയില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരാളും. ഞാനിപ്പോ ഇവിടുന്ന് അതൊക്കെ വെച്ചിട്ട് കുറച്ചു നേരത്തെ സംഘത്തിൽ നിന്ന് പൈസ കിട്ടി, അതുകൊണ്ട് ആ ബാഗിൽ വെച്ച് ഇതൊക്കെ ശരിയാക്കി അലിമാറ അടച്ചിട്ട് ഞാന് അപ്പുറത്തേക്ക് പോയി വരുമ്പോഴേക്ക് ഏത് കള്ളനകത്ത് കയറിയത് ആവോ? എനിക്കറിയോ? വേറെ ആരെങ്കിലും വന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നോട് പറയാനെങ്കിൽ നിങ്ങളോടാ അവിടെ നിന്ന് പരിങ്ങിട്ട് നിങ്ങൾ അവിടെ കിടന്ന് പറക്കണം കൊള്ളുമ്പോൾ എന്നാ വിചാരിച്ചു നിങ്ങൾ എന്നെ കള്ള? അത് മുണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതല്ലേ. അപ്പൊ എനിക്ക് ചോദിച്ചിട്ട് എടുത്താ എന്തേ? നിങ്ങൾ ചോദിച്ചിട്ട് എത്ര എണ്ണം കൊണ്ടുപോയി? എന്തെങ്കിലും ഉണ്ടാ? 1 ഗ്രാം സ്വർണം കിട്ടണമെങ്കിൽ എത്ര പൈസ വേണം? എന്തോരം കഷ്ടപ്പെട്ടത്, എത്ര ബുദ്ധിമുട്ട് വന്നാലും എടുക്കാണ്ട് നോക്കിയ കയ്യമ്മ പോലും നല്ലൊരു സാധനം ഇടുന്നില്ല ഈ കള്ളന്മാർ. എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നെ എടുത്ത് ഉറപ്പ് പറയാം. നിങ്ങൾ എന്നെ എടുക്കുള്ളൂ. നിങ്ങളെ പറ്റിട്ട് എനിക്കറിയാം. 30 വർഷമായി നിങ്ങളെ കൂടെ ഇന്ന് ജീവിക്കുന്നു. 30 വർഷമായി. നിങ്ങളെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാം. എനിക്ക് പറ്റും. നിങ്ങളെ സ്വഭാവം വേറെ ആർക്കും അറിയില്ല. എനിക്കറിയാം. വേറെ കൂട്ടുകാരികൾക്ക് കൂട്ടുകാരികൾ ഞാൻ നിങ്ങളോട് ചോദിക്കപ്പോ നിങ്ങൾ ആ പഴയ അതുകൊണ്ടിട്ട് എന്ത് ചെയ്ത് എനിക്ക് അതറിഞ്ഞാൽ മതി. ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ എടുത്തിട്ടില്ലെങ്കിലോ നിങ്ങൾ സത്യം പറയോ? സത്യം പറയാന്ന്. ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ കള്ളസത്യം കൊണ്ട് കുത്തിയിട്ട് കണ്ണ് പൊട്ടിപ്പോവും കള്ളസത്യം ചെയ്താല്. ആവശ്യമില്ലാത്ത കണ്ട നിങ്ങൾ എന്താ ചെയ്താ അവളെ കൊണ്ടുപോയിട്ട്? ഞാൻ എവിടെ ചെയ്യണ? ഞാൻ എത്ര സങ്കടപ്പെട്ടിട്ട് എന്തോരം വിഷമത്തിൽ ഇരിക്കുന്നത്. ഇത്ര നേരമായില്ലേ പോയിട്ട്? നിങ്ങൾ എവിടേക്കാ പോയിന്ന് എനിക്കറിയും. എനിക്കൊരു ഫോൺ വന്നു, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇതായതോ എനിക്കൊരു ഫോൺ വന്നു, നിങ്ങൾ എവിടേക്ക് പോയി എന്തെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ നിരക്ക് പോകുകയാണെങ്കിലേ ശരിയാവൂല. അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ. എല്ലാத்தைയും പരമാവധി ക്ഷമിക്കണതിൽ ഒരുപാട് ഞാൻ ക്ഷമിച്ച്. എനിക്ക് വയ്യന്നെ ഒന്നുമില്ല, ഒരു വരുമാനമില്ല. കുടുംബത്തെ വെച്ച സാധനം കൊണ്ടുപോയിട്ട് നിങ്ങളിങ്ങനെ ഈ കോലാകുകയാണെങ്കിലേ ശരിയാവൂല. നീ വലിയ ഭർത്താവെന്ന് പറയണ്ട. നിന്റെ സാധനം എന്ത് സാധനം എടുത്ത് നീ പറഞ്ഞത്? ഞാൻ വാങ്ങി തന്നില്ലേ? അത് നീയും പോയിട്ട് ഉണ്ടാക്കിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എടുത്തെങ്കിൽ തന്നെ ഞാൻ എടുക്കും എന്റെ മുതല്. അത് നീ വലിയ ഭർത്താവെന്ന് പറയേണ്ട ആവശ്യമില്ല. ആര്? എന്റെ മുതല് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നിന്നോട് ചോദിക്കണ? അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത നീ തന്നെ. നിന്റെ സ്വഭാവത്തിനെ കുറിച്ചല്ലേ ഞാൻ പറയണത്. നിന്റെ ബാള കൊണ്ട് പുഴുങ്ങി തിന്നുന്ന ഇതൊരു സാധനം. അതെ, ഇതൊരു സാധനം നീ എടുത്തു പറഞ്ഞിട്ട് വലിയ ആളാകാരം കേട്ടോ. നീ ഇതൊക്കെ ഞാൻ വാങ്ങിയെന്നല്ലേ? നിന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് വലിയ ആളായിട്ട് വലിയ വർത്താനം പറഞ്ഞിട്ട് ഇത്ര നേരം പിടിച്ച് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു വന്നിട്ട്. നീ എന്റെ അടുത്തേ ഒരു കാര്യം നീ ചോദിക്കരുത് കേട്ടാ. നീ വാ, നീ ഓരോ കാര്യങ്ങൾ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഇത് കൊണ്ടുവച്ചിട്ട് നമുക്ക് നമ്മളെ കാര്യം ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ വേറെ കൂട്ടുകാരെ ഞാൻ എടുക്കുന്ന സാധനം ഞാൻ എടുക്കും, വെക്കും, വിൽക്കും ഒക്കെ ചെയ്യും. തന്നില്ലേ? സമാധാനായില്ലേ? അത്ര പറഞ്ഞോട്ടെ. പറയണല്ലേ എത്ര പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇത് കൊണ്ടുപോയി വിറ്റ് ചീട്ട് കളിച്ചില്ലല്ലേ പഠിച്ചാൽ ഭാഗ്യം. എന്തെന്നെയാ ഞാനിതിനെ മാറ്റി വെക്കണം. മാറ്റി വെക്കാണ്ടിരുന്നാൽ ശരിയാവില്ല. വിറ്റില്ലല്ലോ. മുതലേ കിട്ടിയല്ലോ, അതന്നെ ഒരു ഭാഗ്യം.